ശരി, ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ വടക്കേക്കാടിൽ യുവാക്കൾക്ക് വെട്ടേറ്റു. വടക്കേക്കാട് സ്വദേശികളായ പ്രണവ്, റെനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഓട്ടോറിക്ഷയിൽ പോകുകയായിരുന്ന ഇവരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, തൃശൂരിലാണ് 2 യുവാക്കൾക്ക് വെട്ടേറ്റത്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് അക്രമത്തിന് പിന്നിൽ? ഒപ്പം തന്നെ ഈ അക്രമികളെ പിടികൂടാനായോ? തുടങ്ങിയ വിവരങ്ങൾ. വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിലെ അക്രമത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വടക്കേക്കാട് നാലാങ്കല്ല് ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. വടക്കേക്കാട് സ്വദേശികളായ പ്രണവ്, റെനിൽ എന്നിവർ ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ഇവരെ തടഞ്ഞു നിർത്തി പുന്നയൂർക്കുളം സ്വദേശിയായിട്ടുള്ള ഷിഫാനും മറ്റ് 2 പേരും ചേർന്ന് വാള് ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. ഈ ഷിഫാനൊപ്പം മറ്റ് 2 പേരുണ്ടായിരുന്നു. അവർ ബൈക്കിലാണ് വന്നിരുന്നത്. ബൈക്കിൽ വന്ന് ഈ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയാണ് പ്രണവ് അതുപോലെ തന്നെ റെനിൽ എന്നിവരെ ആക്രമിച്ചത്. ഈ വെട്ടേറ്റ പ്രണവിനും അതുപോലെ തന്നെ വെട്ടിയ ഷിഫാനും ഒക്കെ നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ള ആളുകളാണ്. ഇരുവരും ഇതിൽ പ്രണവ് അതുപോലെ പ്രണവിന് കാപ്പ കേസ് പ്രകാരം നാട് കടത്തപ്പെട്ടിട്ടുള്ള ആളുകൂടിയാണ്. കാപ്പ കേസ് കഴിഞ്ഞ് തിരികെ നാട്ടിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ വെട്ടിയ ഷിഫാൻ വടക്കേക്കാട് സ്റ്റേഷനിലെ റെവഡി കൂടിയാണ്. 2 പേർക്കും ഇരുവിഭാഗക്കാർക്കും കേസുകളുള്ള ആളുകളാണ്. എന്തായാലും ഇരുവരുടെയും, അതായത് ഈ പ്രണവിന്റെയും റെനിലിനും, വെട്ടേറ്റ പ്രണവിന്റെയും റെനിലിനും കയ്യിലാണ് വെട്ടേറ്റത്. സംഭവത്തിന് ശേഷം ഈ പ്രണവും റെനിലും ചേർന്ന് നടന്ന് പോയിട്ടാണ് ഈ വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയത്. അവിടെ എത്തിയപ്പോൾ കൈപ്പത്തിക്ക് വെട്ടേറ്റിട്ടുണ്ട്, കൈയിന്റെ മറുവശത്ത് വെട്ടേറ്റിട്ടുണ്ട്. 2 പേർക്കും പരിക്ക് സാരമുള്ളതാണ്. അതുകൊണ്ട് പ്രണവിനെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതുപോലെ തന്നെ റെനിലിനെ കുന്നോളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവശേഷം ബൈക്കിൽ വന്ന ഈ അക്രമികൾ ആ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പോലീസ് എന്തായാലും ഇവർക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിടികൂടാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കി വരികയാണ്. വൃന്ദ. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളം പിറവത്ത് നിന്നും +2 വിദ്യാർത്ഥിയെ കാണാതായി. ഇന്നലെയാണ് വിദ്യാർത്ഥിയെ കാണാതായത്.